ഹലോ, വെൽക്കം ടു ഇൻസൈറ്റ് പോയിൻറ്റ്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളാണ് കഴിഞ്ഞ 2 വീഡിയോസിലും ഡിസ്കസ് ചെയ്തത്. ഇന്ന് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഫൈനൽ പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്ന ടോപ്പിക്കാണ് ജനറൽ പ്രിൻസിപ്പിൾസ് ഫോർ വാല്യൂഷൻ. എങ്ങനെയാണ് അസറ്റ്സിൻ്റെയും ലാബിലിറ്റീസിൻ്റെയും വാല്യുവേഷൻ നടക്കുന്നത് എന്നാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്കാദ്യം എങ്ങനെയാണ് അസറ്റിൻ്റെ വാല്യുവേഷൻ ചെയ്യുന്നത് എന്ന് നോക്കാം. അസറ്റിൻ്റെ വാല്യുവേഷൻ പേർപ്പസിന് വേണ്ടി അസറ്റിനെ 5 ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 1 ഫിക്സഡ് അസറ്റ്, 2 കറൻറ്റ് അസറ്റ്, 3 ഇൻടാഞ്ചിബിൾ അസറ്റ്, 4 വേസ്റ്റിംഗ് അസറ്റ്, ലാസ്റ്റ് 1 ഫിക്റ്റീഷ്യസ് അസറ്റ്. എന്താണ് ഇവ ഓരോന്നുമെന്നും ഇവയുടെ വാല്യുവേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നും ഇനി നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഫിക്സഡ് അസറ്റ്. നമുക്കറിയാം, ഒരു ബിസിനസ്സിൻ്റെ പെർമനൻറ്റ് യൂസിന് വേണ്ടി അക്വയർ ചെയ്യുന്ന അസറ്റാണ് ഫിക്സഡ് അസറ്റ്. ഇതൊരിക്കലും റീസെൽ ചെയ്യാനുള്ളതല്ല. ബിസിനസ്സിൻ്റെ ലോങ് പീരീഡിന് വേണ്ടി യൂസ് ചെയ്യാനുള്ളതാണ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിൻ്റെ എക്സാമ്പിളാണ് ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഫേർണിച്ചർ ഒക്കെ. ഇനി എങ്ങനെയാണ് ഫിക്സഡ് അസറ്റിൻ്റെ വാല്യുവേഷൻ ചെയ്യുന്നത്? നമുക്കറിയാം, ലാൻഡ് ഒഴികെ ബാക്കി എല്ലാ ഫിക്സഡ് അസറ്റിനും ഡിപ്രീസിയേഷൻ ഉണ്ട്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ കൂടി കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഫിക്സഡ് അസറ്റ് വാല്യൂ ചെയ്യുന്നുള്ളൂ. എങ്ങനെയാണ് ഫിക്സഡ് അസറ്റ് വാല്യൂ ചെയ്യുന്നത്? ഒറിജിനൽ കോസ്റ്റിൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ അസറ്റിനെ വാല്യൂ ചെയ്യും. എന്നിട്ട് റിട്ടേൺ ഓഫ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ അതിൽ നിന്ന് ലെസ് ചെയ്യും. എന്താ പറഞ്ഞത്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റിൽ അസറ്റിനെ വാല്യൂ ചെയ്യുന്നു. എന്നിട്ട് എഴുതി തള്ളുന്ന ഡിപ്രീസിയേഷൻ ഉണ്ടല്ലോ, ടോട്ടൽ ഡിപ്രീസിയേഷൻ, ഈ എഴുതി തള്ളുന്ന ടോട്ടൽ ഡിപ്രീസിയേഷൻ ഈ വാല്യൂവിൽ നിന്ന് ലെസ് ചെയ്യും. അങ്ങനെയാണ് ഫിക്സഡ് അസറ്റിൻ്റെ വാല്യുവേഷൻ ചെയ്യുന്നത്. ഇങ്ങനെ ഫിക്സഡ് അസറ്റിനെ വാല്യൂ ചെയ്യുന്നതിനെ ഗോയിങ് കൺസേൺ വാല്യൂ അല്ലെങ്കിൽ ടോക്കൺ വാല്യൂ അല്ലെങ്കിൽ കൺവെൻഷണൽ വാല്യൂ എന്നൊക്കെയാണ് പറയാറുള്ളത്. സെക്കൻഡ് വണ്ണാണ് കറണ്ട് അസറ്റ്. എന്താണ് കറണ്ട് അസറ്റ്? റീസെൽ ചെയ്യുന്നതിന് വേണ്ടി അക്വയർ ചെയ്യുന്ന അസറ്റാണ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് ഷോർട്ട് പീരീഡിന് വേണ്ടിയാണ് പർച്ചേസ് ചെയ്യുന്നത്. എന്നിട്ട് അത് ബെസ്റ്റ് പ്രൈസിൽ മാർക്കറ്റിൽ റീസെൽ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടി. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ പെർമനൻറ്റ് യൂസിന് വേണ്ടി അക്വയർ ചെയ്യുന്നതല്ല. ഇത് റീസെൽ ചെയ്യുന്നതിന് വേണ്ടി, ബിസിനസ്സിന് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടി റീസെൽ ചെയ്യാൻ വേണ്ടി അക്വയർ ചെയ്യുന്ന അസറ്റാണ് കറണ്ട് അസറ്റ്. കറൻറ്റ് അസറ്റിൻ്റെ മറ്റൊരു പേരാണ് ഷോർട്ട് ടേം അസറ്റ്. കറൻറ്റ് അസറ്റിൻ്റെ എക്സാമ്പിളാണ് സ്റ്റോക്ക്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ബുക്ക് ഡെബ്റ്റ്സ്, ബിൽസ് റിസീവബിൾ, ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് എക്സെട്ര. ഇനി എങ്ങനെയാണ് കറൻറ്റ് അസറ്റ് വാല്യുവേഷൻ ചെയ്യുന്നത്? ക്യാഷും ബാങ്ക് ബാലൻസും വാല്യുവേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബുക്ക് ഡെബ്റ്റ്, ബിൽസ് റിസീവബിൾ, ഇത് രണ്ടും ബുക്ക് വാല്യൂവിലാണ് നോർമലി വാല്യൂ ചെയ്യുന്നത്. പക്ഷേ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ് ഇതിൻ്റെ കൂടെ പ്രൊസീഡ് ചെയ്യണം. എങ്ങനെയാണ് ബുക്ക് ഡെബ്റ്റും ബിൽസ് റിസീവബിളും വാല്യൂ ചെയ്യുന്നത്? ബുക്ക് ഡെബ്റ്റ്സും ബിൽസ് റിസീവബിളും ബുക്ക് വാല്യൂവിൽ വാല്യൂ ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ കൂടെ പ്രൊവിഷൻസ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ് കൂടെ പ്രൊസീഡ് ചെയ്യുന്നു. റോ മെറ്റീരിയൽസ് വാല്യൂ ചെയ്യുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിൽ അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് മെത്തേഡിലാണ്. റോ മെറ്റീരിയൽസ് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്? ഒന്നുകിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിൽ അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് മെത്തേഡിലാണ് റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യുന്നത്. ഇനി സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്? കോസ്റ്റിലാണ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് വാല്യൂ ചെയ്യുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസോ അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസോ നോക്കും. ഇവയിൽ ഏതാണ് ലോവസ്റ്റ്, ആ ലോവസ്റ്റിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ്, ഇതിലേതാണോ ലോയസ്റ്റ്, ആ ലോയസ്റ്റിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്താണ്? നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത അസറ്റ്സാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇതൊരിക്കലും വിസിബിൾ അല്ല, ഇതിനൊരു കോൺക്രീറ്റ് ഫോം ഇല്ല. പക്ഷേ മറ്റുള്ള അസറ്റ്സൊക്കെ എത്രമാത്രം ബിസിനസ്സിന് യൂസ്ഫുൾ ആണോ അതുപോലെ തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റും ബിസിനസ്സിന് യൂസ്ഫുൾ ആണ്. അതായത് മറ്റുള്ള അസറ്റ്സ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ഉണ്ടോ ബിസിനസ്സിന്, അത്രയും തന്നെ ഇമ്പോർട്ടൻസ്
ഇൻടാഞ്ചിബിൾ അസറ്റിനും ഉണ്ട്. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ എക്സാമ്പിളാണ് ഗുഡ്വിൽ, കോപ്പിറൈറ്റ്, പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക്. കോസ്റ്റ് പ്രൈസിലാണ് ഈ അസറ്റ് കാണിക്കാറുള്ളത്. വാല്യുവേഷൻ പേർപ്പസിന് വേണ്ടി ഇൻടാഞ്ചിബിൾ അസറ്റിനെ ഫിക്സഡ് അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് വേസ്റ്റിംഗ് അസറ്റ്സ്. വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത് ഫിക്സഡ് നേച്ചറിലുള്ള അസറ്റാണ്. ഇവിടെ എക്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ ഗ്രാജ്വലി അസറ്റിൻ്റെ വാല്യൂ ഡിമിനിഷ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള അസറ്റിനെയാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് ഉപയോഗിക്കും തോറും അസറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെയുള്ള അസറ്റാണ് വേസ്റ്റിംഗ് അസറ്റ്. എക്സാമ്പിൾ മൈൻസ്, ക്വാറീസ്, ഓയിൽ വെൽസ് എക്സെട്ര. അതായത് ഒരു ഓയിൽ വെല്ലാകുമ്പോൾ ഓയിൽ എടുക്കുന്നതിനനുസരിച്ച് അവിടുത്തെ ഓയിൽ കുറഞ്ഞു വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള അസറ്റിനെയാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് വേസ്റ്റിംഗ് അസറ്റിൻ്റെ വാല്യൂഷൻ ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റിൽ വേസ്റ്റിംഗ് അസറ്റിൻ്റെ വാല്യൂ ഒറിജിനൽ കോസ്റ്റിലാണ് കാണിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഡിപ്രീസിയേഷൻ്റെയും ഡിപ്ലീഷൻ്റെയും പ്രൊവിഷൻസ് കൂടെ മെയ്ഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വണ്ണാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് ഓർ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ മുൻപ് പഠിച്ചതാണ്. ഒറ്റ തവണ മാത്രം ചിലവ് വരികയും അതിൻ്റെ ബെനഫിറ്റ് വർഷങ്ങളോളം സ്പ്രെഡ് ചെയ്യുന്നതുമായ എക്സ്പെൻഡിച്ചറാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എക്സാമ്പിൾ അഡ്വർടൈസിംഗ് കോസ്റ്റ്. എങ്ങനെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് അല്ലെങ്കിൽ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ വാല്യൂഷൻ നടക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എല്ലാ വർഷവും ഈ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു പോർഷൻ റിട്ടേൺ ഓഫ് ചെയ്യും. അതിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യും. വാല്യൂഷൻ ഓഫ് അസറ്റാണ് നമ്മൾ പഠിച്ചത്. ഇനി വാല്യൂഷൻ ഓഫ് ലയബിലിറ്റീസ് ആണ് പഠിക്കുന്നത്. ലയബിലിറ്റീസിൻ്റെ ആക്ച്വൽ എമൗണ്ട് ഈസിയായി ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലയബിലിറ്റീസിൻ്റെ വാല്യൂഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ വാല്യൂഷൻ ഓഫ് ലയബിലിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ്റെ ആവശ്യകത ഇവിടെ വരുന്നില്ല. പക്ഷേ ഇങ്ങനെ വാല്യൂഷൻ ചെയ്യേണ്ട എന്നിരുന്നാലും ഓഡിറ്റർ കെയർഫുള്ളി ലയബിലിറ്റീസ് അസർട്ടൈൻ ചെയ്തിരിക്കണം. മാത്രമല്ല ബാലൻസ് ഷീറ്റിൽ ഉള്ള ലയബിലിറ്റീസിൻ്റെ വാല്യൂ കറക്റ്റ് ആയിട്ടാണോ ഒറിജിനൽ ആയിട്ടാണോ ഉള്ളത് എന്ന് നോക്കണം. മാത്രമല്ല ഈ വാല്യൂ ഓവർസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അണ്ടർസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടോ, ഡെലിബറേറ്റ്ലി ഒമിറ്റ് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓഡിറ്റർ നിർബന്ധമായും നോക്കണം. ലയബിലിറ്റീസിനെ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 കറൻറ്റ് ലയബിലിറ്റീസ്, 2 ഫിക്സഡ് ലയബിലിറ്റീസ്, 3 കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ്. എന്താണ് കറൻറ്റ് ലയബിലിറ്റീസ്? നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ കൊമേഴ്സ് പഠിക്കുന്ന സമയം മുതൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഷോർട്ട് ടേം ലയബിലിറ്റീസ് ആണ് കറൻറ്റ് ലയബിലിറ്റീസ്. ഒരു വർഷത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യുന്ന ലയബിലിറ്റീസ് ആണ് കറൻറ്റ് ലയബിലിറ്റീസ്. എക്സാമ്പിൾ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ. ഇനി എന്താണ് ഫിക്സഡ് ലയബിലിറ്റീസ് എന്ന് നോക്കാം. ലോങ് ടേം നേച്ചറിലുള്ള ലയബിലിറ്റിയാണ് ഫിക്സഡ് ലയബിലിറ്റി. ഈ ലയബിലിറ്റീസ് ഒരു എഗ്രിമെൻറ്റിനനുസരിച്ചാണ് ഉണ്ടാവുന്നത്. ഇത് സെറ്റിൽ ചെയ്യുന്നത് ലോങ് ടേം ബേസിസിലാണ്. എക്സാമ്പിൾ ലോങ് ടേം ലോൺസ് ബോറോഡ്, ലോങ് ടേം ഡെപ്പോസിറ്റ് ആക്സെപ്റ്റഡ്. ഇനി എന്താണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് നോക്കാം. നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്താണെന്ന്. കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് ആക്ച്വൽ ലയബിലിറ്റി അല്ല. ഇത് അൺനോൺ ലയബിലിറ്റിയാണ്, അറിയപ്പെടാത്ത ലയബിലിറ്റിയാണ്. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഈ ലയബിലിറ്റി എറൈസ് ചെയ്യാം, എറൈസ് ചെയ്യാതിരിക്കാം. അത്തരത്തിലുള്ള ലയബിലിറ്റീസിനെയാണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അൺനോൺ ആയിട്ടുള്ള ലയബിലിറ്റീസാണ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം എറൈസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുന്നതോ ആയിട്ടുള്ള ലയബിലിറ്റീസാണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ്. ഇത് ആക്ച്വൽ ലയബിലിറ്റി അല്ല. എക്സാമ്പിൾ ലയബിലിറ്റി ഓഫ് ബിൽ ഡിസ്കൗണ്ടഡ്, കോമ്പൻസേഷൻ പെൻഡിങ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് വെരിഫിക്കേഷൻ ഓഫ് വേരിയസ് കൈൻഡ്സ് ഓഫ് അസറ്റ്സ്. ഫസ്റ്റ് വണ്ണാണ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ബാങ്ക് ബാലൻസ്. എങ്ങനെയാണ് ക്യാഷ് ഇൻ ഹാൻഡ് വെരിഫൈ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ പീരീഡിൻ്റെ ക്ലോസിംഗ് ഡേറ്റിൽ അല്ലെങ്കിൽ ഫോളോവിങ് മോർണിംഗിൽ ഓഡിറ്റർ നിർബന്ധമായും ബിസിനസ് ഹൗസ് വിസിറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് അവിടെയുള്ള ക്യാഷ് കൗണ്ട് ചെയ്യണം. ക്യാഷ് ഇൻ ഹാൻഡ് കൗണ്ട് ചെയ്യുന്നു. എങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടത്? ക്യാഷ് വെയിങ് മെഷീൻ യൂസ് ചെയ്തിട്ട് കൗണ്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അത് ക്യാഷ് ബുക്കിൽ ഉള്ള ബാലൻസുമായി കമ്പയർ ചെയ്യണം. കൗണ്ട് ചെയ്ത് ക്യാഷും ക്യാഷ് ബുക്കിൽ കാണിച്ചിട്ടുള്ള ബാലൻസുമായി കമ്പയർ ചെയ്ത് നോക്കണം. ഇൻറ്റേർണൽ ചെക്കിംഗ് ഫോഴ്സ് ബിസിനസ്സിൽ എഫിഷ്യൻ്റായി ഉണ്ടെങ്കിൽ ഓഡിറ്ററിന്
ടെസ്റ്റ് ചെക്കിംഗ് എംപ്ലോയ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് വണ്ണാണ് ക്യാഷ് അറ്റ് ബാങ്ക്. എങ്ങനെയാണ് ക്യാഷ് അറ്റ് ബാങ്ക് വെരിഫൈ ചെയ്യുന്നത്? ഓഡിറ്റർ പാസ്ബുക്കും ക്യാഷ് ബുക്കുമായി വെരിഫൈ ചെയ്യണം. അതായത് പാസ്ബുക്ക് ക്യാഷ് ബുക്കുമായി ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. എന്നിട്ട് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റുമായി ഇത് കമ്പയർ ചെയ്യണം. ആദ്യം പാസ്ബുക്കും ക്യാഷ് ബുക്കുമായി വെരിഫൈ ചെയ്യുന്നു, എന്നിട്ട് ഇത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റുമായി കമ്പയർ ചെയ്യുന്നു. ഇങ്ങനെയാണ് ക്യാഷ് അറ്റ് ബാങ്ക് ഓഡിറ്റർ വെരിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ബിൽസ് റിസീവബിൾ. ബിൽസ് റിസീവബിൾ ഇൻ ഹാൻഡുമായി മാച്ച് ചെയ്ത് നോക്കി ബിൽസ് റിസീവബിൾ ബുക്ക് ഓഡിറ്റർ വെരിഫൈ ചെയ്തിരിക്കണം. ഇങ്ങനെ വെരിഫൈ ചെയ്യുമ്പോൾ ഓഡിറ്റർ ചില മെത്തേഡ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ മെത്തേഡ്സാണ് ബിൽസ് റിസീവബിൾ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഓഡിറ്റർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹി ഷുഡ് ഗെറ്റ് എ ലിസ്റ്റ് ഓഫ് ടോട്ടൽ ബിൽസ് റിസീവബിൾ. ടോട്ടൽ ബിൽസ് റിസീവബിളിൻ്റെ ഒരു ലിസ്റ്റ് ഓഡിറ്ററിന് നിർബന്ധമായും കിട്ടിയിരിക്കണം. നെക്സ്റ്റ് വൺ, ഹി ഷുഡ് സീ ദാറ്റ് ദ ബിൽസ് ആർ പ്രോപ്പർലി ഡ്രോൺ അക്സെപ്റ്റഡ്. ബിൽസ് പ്രോപ്പർലി ഡ്രോൺ ചെയ്തിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഓഡിറ്റർ നിർബന്ധമായും നോക്കണം. നെക്സ്റ്റ് വൺ, ഇഫ് ദ ബിൽസ് ഹാവ് ബീൻ ഡിസ്കൗണ്ടഡ് ദി ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദി എൻട്രീസ് ഇൻ ദി ക്യാഷ് ബുക്ക് ആൻഡ് ബിൽസ് റിസീവബിൾ ബുക്ക്. ബിൽസ് ഡിസ്കൗണ്ടഡ് ആണെങ്കിൽ ഓഡിറ്റർ ക്യാഷ് ബുക്കിലെയും അതുപോലെ തന്നെ ബിൽസ് റിസീവബിൾ ബുക്കിലെയും എൻട്രീസ് വെരിഫൈ ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ, ഇഫ് ദി ബിൽസ് ഹാവ് ബീൻ റിട്ടയേർഡ് ബിഫോർ മെച്യൂരിറ്റി ക്യാഷ് എൻട്രീസ് ഇൻ ദി ക്യാഷ് ബുക്ക് ആർ വെരിഫൈഡ്. മെച്യൂരിറ്റിക്ക് മുൻപ് ബിൽസ് റിട്ടയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് ബുക്കിലെ ക്യാഷ് എൻട്രീസ് ഓഡിറ്റർ നിർബന്ധമായും വെരിഫൈ ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് ബിൽസ് റിസീവബിൾ വെരിഫൈ ചെയ്യുമ്പോൾ ഓഡിറ്റർ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ്. നെക്സ്റ്റ് വണ്ണാണ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ബുക്ക് ഡെപ്റ്റ്സിൻ്റെ വെരിഫിക്കേഷനാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. കമ്പനിയുടെ റെസ്പോൺസിബിൾ ഓഫീസേഴ്സ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഡെപ്റ്റേഴ്സിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഡിറ്ററിന് കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുള്ള ഡെപ്റ്റ്സ് ഗുഡാണോ റിക്കവറബിൾ ആണോ എന്ന് ഓഡിറ്റർ നിർബന്ധമായും നോക്കണം. ഇനി ഡൗട്ട്ഫുൾ ഉണ്ടെങ്കിൽ അതിന് ആഡിക്വേറ്റ് പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ഇനി ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിന് വേണ്ടത്ര അറ്റൻഷൻ ഓഡിറ്റർ കൊടുത്തിട്ടില്ല എങ്കിൽ ഗിൽറ്റി ഓഫ് നെഗ്ലിജൻസ് ഓഡിറ്റർ ഹെൽഡ് ചെയ്തിരിക്കണം. ഇനി ബുക്ക് ഡെപ്റ്റ് വെരിഫൈ ചെയ്യുമ്പോൾ ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഓഡിറ്റർ അണ്ടർടേക്ക് ചെയ്യേണ്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഹി ഷുഡ് ഒബ്റ്റെയിൻ ദി ഡ്യൂലി സർട്ടിഫൈഡ് ലിസ്റ്റ് ഓഫ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ ഡ്യൂലി സർട്ടിഫൈഡ് ലിസ്റ്റ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. സെക്കൻഡ് വൺ, ഹി ഷുഡ് സ്ക്രൂട്ടനൈസ് ദി അക്യുറസി ഓഫ് ദി ഡെപ്റ്റേഴ്സ് ലിസ്റ്റ്. ഡെപ്റ്റേഴ്സ് ലിസ്റ്റിൻ്റെ അക്യുറസി സ്ക്രൂട്ടനൈസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിൻറ്റ്, he should verify the actual existence of debtors with a confirmation letter of the statement of accounts directly received from debtors. ഡെപ്റ്റേഴ്സിൽ നിന്നും കിട്ടിയിട്ടുള്ള കൺഫർമേഷൻ ലെറ്ററുമായി ചേർത്ത് നോക്കി ഡെപ്റ്റേഴ്സിൻ്റെ ആക്ച്വൽ എക്സിസ്റ്റൻസ് വെരിഫൈ ചെയ്തിരിക്കണം. അതായത് കൺഫർമേഷൻ ലെറ്ററിലുള്ള അത്രയും ഡെപ്റ്റേഴ്സ് ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം. നെക്സ്റ്റ് വൺ, ദി സെയിൽസ് ലെഡ്ജർ ബാലൻസ് ഷുഡ് ബി ചെക്ക്ഡ് വിത്ത് ദി ഡെപ്റ്റേഴ്സ് ലെഡ്ജർ. ഡെപ്റ്റേഴ്സ് ലെഡ്ജറുമായി ചേർത്ത് നോക്കി അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് ലെഡ്ജറുമായി മാച്ച് ചെയ്ത് നോക്കി സെയിൽസ് ലെഡ്ജറിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിൻറ്റ്, ദി സെയിൽസ് ലെഡ്ജർ ബാലൻസ് ഷുഡ് ബി ചെക്ക്ഡ് വിത്ത് ദി സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ക്യാഷ് ബുക്ക് എക്സെട്ര. സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ക്യാഷ് ബുക്ക് ഇവയുമായി മാച്ച് ചെയ്ത് നോക്കി സെയിൽസ് ലെഡ്ജർ ബാലൻസ് ചെക്ക് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിൻറ്റ്, ഹി ഷുഡ് സീ ദാറ്റ് adequate provision has been made for bad and doubtful debt. ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിന് വേണ്ടി adequate provisions കൊടുത്തിട്ടുണ്ടോ എന്ന് നിർബന്ധമായും ഓഡിറ്റർ നോക്കണം. നെക്സ്റ്റ് പോയിൻറ്റ്, he should see that the book debts shown in the balance sheet are recoverable. ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുള്ള ബുക്ക് ഡെപ്റ്റ് റിക്കവറബിൾ ആണോ എന്ന് ഓഡിറ്റർ നോക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓഡിറ്റർ ബുക്ക് ഡെപ്റ്റ് വെരിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് വണ്ണാണ് സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലെങ്കിൽ ഇൻവെൻറ്ററി. എങ്ങനെയാണ് ഇൻവെൻറ്ററി വെരിഫൈ ചെയ്യുന്നത്? അതായത് സ്റ്റോക്സൊക്കെ ഗുഡ്സ് ഇൻവേർഡ് അതുപോലെ തന്നെ ഗുഡ്സ് ഔട്ട്വേർഡിൽ പ്രോപ്പറായി റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഓഡിറ്റർ ഉറപ്പുവരുത്തണം. ഇനി ഓർഗനൈസേഷനിൽ
ഗുഡ് ഇൻറ്റേർണൽ ചെക്കിംഗ് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ സ്റ്റോക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രോഡും എററും ഒക്കെ മിനിമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റോക്ക് ഒരിക്കലും ഓവർ വാല്യൂ ചെയ്യാനോ അണ്ടർ വാല്യൂ ചെയ്യാനോ പാടില്ല. ഇങ്ങനെ ഓവർ വാല്യൂഷനും അണ്ടർ വാല്യൂഷനും ചെയ്യുമ്പോൾ മിസ്ലീഡിംഗ് റിസൾട്ടിലേക്കാണ് അത് ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിറ്റർ നെസസറി പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം സ്റ്റോക്ക് വെരിഫൈ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് അസറ്റാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി. എങ്ങനെയാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി വെരിഫൈ ചെയ്യുന്നത്? ഓഡിറ്ററിന് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഷെഡ്യൂൾ കിട്ടിയിരിക്കണം. റെസ്പോൺസിബിൾ ഓഫീസർ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഷെഡ്യൂളായിരിക്കണം ഇത്. ഈ ഷെഡ്യൂളിൻ്റെ ഹെൽപ്പോടുകൂടി ഓഡിറ്ററിന് അസറ്റ് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്ലാന്റ് രജിസ്റ്ററും ഷെഡ്യൂളും കമ്പയർ ചെയ്തുകൊണ്ടാണ് ഓഡിറ്റർ അസറ്റ് വെരിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് പാറ്റൻസ് ആൻഡ് ട്രേഡ് മാർക്സ്. പാറ്റൻസും ട്രേഡ് മാർക്സും അസറ്റ് സൈഡിലാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ഇങ്ങനെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള ഈ പാറ്റൻറ്റിൻ്റെയും ട്രേഡ് മാർക്കിൻ്റെയും കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. കോസ്റ്റ് സെപ്പറേറ്റ് ആയി കൊടുത്തിട്ട് അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ റിട്ടേൺ ഓഫ് ലെസ് ചെയ്യണം. ഇങ്ങനെ തന്നെയാണോ ഈ അസറ്റിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ഓഡിറ്റർ നിർബന്ധമായും നോക്കണം. നെക്സ്റ്റ് വണ്ണാണ് കോപ്പിറൈറ്റ്. കോപ്പിറൈറ്റിന് ഡിപ്രീസിയേഷൻ ഉണ്ട്. സോ ബാലൻസ് ഷീറ്റിൽ കോപ്പിറൈറ്റ് കാണിച്ചിട്ടുള്ളത് കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ റിട്ടേൺ ഓഫ് ചെയ്തിട്ടാണോ എന്ന് ഓഡിറ്റർ ഉറപ്പുവരുത്തണം. അതായത് ബാലൻസ് ഷീറ്റിൽ കോപ്പിറൈറ്റ് കാണിക്കുന്നത് എങ്ങനെയാവണം? കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ റിട്ടേൺ ഓഫ് ലെസ് ചെയ്യണം. ഇങ്ങനെ തന്നെയാണോ കോപ്പിറൈറ്റ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ഓഡിറ്റർ നിർബന്ധമായും നോക്കണം. നെക്സ്റ്റ് അസറ്റാണ് ഗുഡ്വിൽ. ഗുഡ്വിൽ കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിലാണ്. എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ ട്രീറ്റ് ചെയ്യുന്നത്? കോസ്റ്റിൽ നിന്ന് ഗുഡ്വിൽ റിട്ടേൺ ഓഫ് ലെസ് ചെയ്താണ് ഗുഡ്വിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. എന്താണ് ഇവിടെ ഓഡിറ്റർ നോക്കേണ്ടത്? പാർട്ട്നേഴ്സ് എഗ്രിമെൻറ്റ്, അതുപോലെ തന്നെ ബോർഡിൻ്റെ റെസൊല്യൂഷൻ, ഇതിനനുസരിച്ചാണോ ഗുഡ്വിൽ റിട്ടേൺ ഓഫ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഓഡിറ്റർ ഇവിടെ നോക്കേണ്ടത്. നെക്സ്റ്റ് അസറ്റാണ് ലൈവ് സ്റ്റോക്ക്. നമുക്കറിയാം പ്ലാന്റ്, മെഷീനറി, ബിൽഡിംഗ്, മോട്ടോർ വെഹിക്കിൾ, അങ്ങനെ ഒത്തിരി അസറ്റ് ഒരു കമ്പനിക്കുണ്ട്. ഫിക്സ്ഡ് അസറ്റും അതുപോലെ തന്നെ കറണ്ട് അസറ്റൊക്കെ ഒത്തിരി കമ്പനിക്കുണ്ട്. ഇതിനൊക്കെ പുറമെ ചില ആനിമൽസിനെ കൂടി കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ചില ആനിമൽസിനെ, കൗ, ഹോഴ്സ്, ബുള്ളോക്ക് തുടങ്ങിയ ആനിമൽസിനെ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ആനിമൽസിനെയാണ് ലൈവ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ എല്ലാ ആനിമൽസിൻ്റെയും ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കോസ്റ്റ്, ലൈഫ്, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് രജിസ്റ്റർ തന്നെ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യണം. ഈ അസറ്റ് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഓഡിറ്ററിന് ലൈവ് സ്റ്റോക്കിൻ്റെ ഷെഡ്യൂൾ കിട്ടിയിരിക്കണം. ഈ ഷെഡ്യൂൾ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു വെറ്ററിനറിയൻ സൈൻ ചെയ്തിരിക്കണം, ഡ്യൂലി സൈൻ ചെയ്തിരിക്കണം. ഓഡിറ്റർ ലൈവ് സ്റ്റോക്ക് രജിസ്റ്ററും ഷെഡ്യൂളും കമ്പയർ ചെയ്തിരിക്കണം. ലൈവ് സ്റ്റോക്ക് ആനുവലി റീവാല്യൂ ചെയ്യുന്നുണ്ടോ എന്ന് ഓഡിറ്റർ നോക്കണം. ഇനി ലൈവ് സ്റ്റോക്ക് സെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ റിട്ടേൺ ഓഫ് ചെയ്ത് സെപ്പറേറ്റായി ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കണം. ലൈവ് സ്റ്റോക്കിന് ഡെത്ത് സംഭവിക്കുകയോ അല്ലെങ്കിൽ സെയിൽ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഓഫ് വാല്യൂ സെപ്പറേറ്റായി ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കണം. ഇങ്ങനെയാണ് ലൈവ് സ്റ്റോക്ക് ഓഡിറ്റർ വെരിഫൈ ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് വെരിഫിക്കേഷൻ ഓഫ് ലയബിലിറ്റീസ്. അസറ്റിൻ്റെ വെരിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി ലയബിലിറ്റീസിൻ്റെ വെരിഫിക്കേഷനാണ് പഠിക്കുന്നത്. ഫസ്റ്റ് വണ്ണാണ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഓർ സൺട്രി ക്രെഡിറ്റേഴ്സ്. എങ്ങനെയാണ് ക്രെഡിറ്റേഴ്സിൻ്റെ വെരിഫിക്കേഷൻ ചെയ്യുന്നത്? മാനേജ്മെൻറ്റിൽ നിന്ന് ഷെഡ്യൂൾ ഓഫ് ക്രെഡിറ്റേഴ്സ് ഓഡിറ്റർ നിർബന്ധമായും ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. എന്നിട്ട് ക്രെഡിറ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സുമായി നോക്കി ഇത് വെരിഫൈ ചെയ്യണം. കൂടാതെ ക്രെഡിറ്റേഴ്സിൽ നിന്ന് കൺഫർമേഷൻ ലെറ്ററും ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിൻ്റാണ് പേർച്ചേസ് ബുക്കും പേർച്ചേസ് റിട്ടേൺ ബുക്കും ഇൻവോയ്സിൻ്റെയും ക്രെഡിറ്റ് നോട്ടിൻ്റെയും ഹെൽപ്പോടുകൂടി ഓഡിറ്റർ ചെക്ക് ചെയ്തിരിക്കണം. ഇൻവോയ്സിൻ്റെയും ക്രെഡിറ്റ് നോട്ടിൻ്റെയും ഹെൽപ്പോടുകൂടി പേർച്ചേസ് ബുക്കും പേർച്ചേസ് റിട്ടേൺ ബുക്കും ഓഡിറ്റർ ചെക്ക് ചെയ്തിരിക്കണം. പേർച്ചേസ് ചെയ്തിട്ടുള്ള ഗുഡ്സൊക്കെ ആക്ച്വലി റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഗുഡ്സ് ഇൻവേർഡ് ബുക്ക് ഓഡിറ്റർ നിർബന്ധമായും ചെക്ക് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിൻറ്റ്, ആ ഇയറിലുള്ള എല്ലാ പേർച്ചേസസും
പ്രത്യേകിച്ച് ഇയറിൻ്റെ ക്ലോസിലുള്ള പർച്ചേസസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഓഡിറ്റർ ഉറപ്പുവരുത്തണം. അക്കൗണ്ട്സിൻ്റെ അക്യുറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്ററിന് കിട്ടിയിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് കിട്ടേണ്ടത് ക്രെഡിറ്റേഴ്സിൽ നിന്നാണ്. സോ ക്രെഡിറ്റേഴ്സിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്ററിന് കിട്ടിയിരിക്കണം. ലോങ് പീരീഡ് ആയിട്ടും ഡെപ്റ്റ് പേ ചെയ്തിട്ടില്ല എങ്കിൽ അതിന് എൻക്വയറി കണ്ടക്ട് ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് ഓഡിറ്റർ ക്രെഡിറ്റേഴ്സിനെ വെരിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ലയബിലിറ്റിയാണ് ബിൽസ് പേയബിൾ. എങ്ങനെയാണ് ബിൽസ് പേയബിൾ വെരിഫൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ബിൽസ് പേയബിൾ ബുക്ക്, ബിൽസ് പേയബിൾ അക്കൗണ്ട്, ലെഡ്ജർ അക്കൗണ്ട്. ഇതിൽ നിന്നൊക്കെയുള്ള ബിൽസ് പേയബിൾ ഓഡിറ്റർ നിർബന്ധമായും വെരിഫൈ ചെയ്തിരിക്കണം. സെക്കൻഡ് പോയിന്റ്, ബിൽസ് പേയബിൾ ഓൾറെഡി പേ ചെയ്തതാണെങ്കിൽ ക്യാഷ് ബുക്കുമായി നോക്കി ഇത് ചെക്ക് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ബിൽസ് പേയബിൾ റിട്ടയർഡ് അണ്ടർ റിബേറ്റ് ഓഡിറ്റർ നിർബന്ധമായും എക്സാമിൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ബിൽസ് ഇൻ ഹാൻഡിൻ്റെ ജെന്യൂനെസ് ഓഡിറ്റർ നിർബന്ധമായും നോക്കണം. ഇങ്ങനെയൊക്കെയാണ് ഓഡിറ്റർ ബിൽസ് പേയബിൾ വെരിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ലയബിലിറ്റിയാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. എങ്ങനെയാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഓഡിറ്റർ വെരിഫൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ബാങ്കുമായിട്ടുള്ള ഓവർ ഡ്രാഫ്റ്റ് എഗ്രിമെൻറ്റ് ഓഡിറ്റർ വെരിഫൈ ചെയ്തിരിക്കണം. സെക്കൻഡ് പോയിന്റ്, ഓവർ ഡ്രാഫ്റ്റ് ഇൻട്രസ്റ്റ്, ഇതിൻ്റെ എമൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ് ബാങ്കിൽ നിന്ന് ഓഡിറ്ററിന് കിട്ടിയിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ക്യാഷ് ബുക്കും ബാങ്ക് പാസ്ബുക്കും ഓഡിറ്റർ നിർബന്ധമായും ചെക്ക് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ഓവർ ഡ്രാഫ്റ്റ് സെക്യൂർഡ് ആണോ അൺസെക്യൂർഡ് ആണോ എന്ന് ഓഡിറ്റർ നിർബന്ധമായും നോക്കിയിരിക്കണം. ഇങ്ങനെയാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഓഡിറ്റർ വെരിഫൈ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ലോൺസ് വെരിഫൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ലോണ് കിട്ടുന്നതിനുള്ള എഗ്രിമെൻറ്റ് അതുപോലെ തന്നെ കറസ്പോണ്ടൻസ് ഇതൊക്കെ ഓഡിറ്റർ നിർബന്ധമായും വെരിഫൈ ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ഏതെങ്കിലും അസറ്റ് മോർട്ട്ഗേജ് ചെയ്തുകൊണ്ടുള്ള സെക്യൂർഡ് ലോൺ ആണ് എന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ഇത് നിർബന്ധമായും മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ലോൺസും അഡ്വാൻസസ് ഒക്കെ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത് സെക്യൂർഡ് ആൻഡ് അൺസെക്യൂർഡ് എന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ്. അതായത് സെക്യൂർഡ് ലോൺസ് അൺസെക്യൂർഡ് ലോൺസ് എന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കണം ലോൺസും അഡ്വാൻസസും ഒക്കെ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. സോ അങ്ങനെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് എന്ന് ഓഡിറ്റർ നിർബന്ധമായും നോക്കണം. ഇങ്ങനെയൊക്കെയാണ് ഓഡിറ്റർ ലോൺസ് വെരിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിബെഞ്ചേഴ്സ്. എങ്ങനെയാണ് ഡിബെഞ്ചേഴ്സ് വെരിഫൈ ചെയ്യുന്നത് എന്ന് നോക്കാം. കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഓഡിറ്റർ നിർബന്ധമായും വെരിഫൈ ചെയ്തിരിക്കണം. കമ്പനിയുടെ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യാനുള്ള പവർ അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് വെരിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, കമ്പനിയുടെ ബോറോവിംഗ് ലിമിറ്റ് ഓഡിറ്റർ നോക്കണം. ഈ ലിമിറ്റ് ഒരിക്കലും കമ്പനി എക്സീഡ് ചെയ്യുന്നില്ല എന്നും ഓഡിറ്റർ ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് പോയിന്റ്, ഇഷ്യൂ ചെയ്ത ഡിബെഞ്ചേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഓഫർ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസിൻ്റെയും എമൗണ്ട് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഡിബെഞ്ചർ ട്രസ്റ്റ് ഡീഡ് ഓഡിറ്റർ വെരിഫൈ ചെയ്തിരിക്കണം. ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബെഞ്ചേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഓഫർ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസിൻ്റെയും എമൗണ്ട് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഡിബെഞ്ചർ ട്രസ്റ്റ് ഡീഡ് ഓഡിറ്റർ വെരിഫൈ ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ഡിബെഞ്ചർ റെഡീം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഓഡിറ്റർ നോക്കണം. ഇങ്ങനെയൊക്കെയാണ് ഓഡിറ്റർ ഡിബെഞ്ചർ വെരിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. എങ്ങനെയാണ് ഇത് വെരിഫൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കാറ്റഗറിയിൽപ്പെട്ട എല്ലാ ഐറ്റവും ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസിൻ്റെ സർട്ടിഫൈഡ് ലിസ്റ്റ് ഓഡിറ്റർ വെരിഫൈ ചെയ്തിരിക്കണം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ബാലൻസ് ഷീറ്റിൽ മുഴുവനായും കാണിച്ചിട്ടുണ്ട് എന്ന് ഓഡിറ്റർ ഉറപ്പുവരുത്തണം. ഇങ്ങനെയാണ് ഓഡിറ്റർ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വെരിഫൈ ചെയ്യുന്നത്. ഇനി ടാക്സ് ലയബിലിറ്റി നോക്കാം. ടാക്സ് ലയബിലിറ്റി വെരിഫൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓഡിറ്റർ നോക്കേണ്ടത്? ക്ലയൻറ്റിൻ്റെ എസ്റ്റിമേറ്റ് ടാക്സ് ലയബിലിറ്റി ഓഡിറ്റർ നിർബന്ധമായും കാൽക്കുലേറ്റ് ചെയ്യണം. സെക്കൻഡ് പോയിന്റ്, ടാക്സിന് വേണ്ട ആഡിക്വേറ്റ് പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് ഓഡിറ്റർ ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് പോയിന്റ്, ടാക്സ് ലയബിലിറ്റിക്ക് വേണ്ടി മെയ്ഡ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് ഓഡിറ്റർ നോക്കണം.
ഇത്രയും കാര്യങ്ങളാണ് ടാക്സ് ലയബിലിറ്റി വെരിഫൈ ചെയ്യുമ്പോൾ ഓഡിറ്റർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, റിസർവ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എങ്ങനെയാണ് വെരിഫൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ് ഓഡിറ്ററിന് നിർബന്ധമായും കിട്ടണം. എന്നിട്ട് ലെഡ്ജറിൻ്റെ ബാലൻസുമായി ഇത് കമ്പയർ ചെയ്യണം. എന്നിട്ട് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിൻ്റെ പോസിബിൾ എമൗണ്ട് ഓഡിറ്റർ അസർട്ടൈൻ ചെയ്തിരിക്കണം. സെക്കൻഡ് പോയിന്റ്, ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻ ആഡിക്വേറ്റ് ആണോ എന്ന് ഓഡിറ്റർ നോക്കണം. നെക്സ്റ്റ് പോയിന്റ്, ഒരു ഡ്യൂലി സർട്ടിഫൈഡ് ലിസ്റ്റ് ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയാണ് ഇത്? ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിൽ നിന്നുള്ള എമൗണ്ടിന് വേണ്ടിയാണ് ഈ സർട്ടിഫൈഡ് ലിസ്റ്റ് ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ കൂടെ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിൻ്റെ പ്രൊവിഷൻ കാണിച്ചിട്ടുണ്ടോ എന്ന് ഓഡിറ്റർ ഉറപ്പുവരുത്തണം. ഇങ്ങനെയാണ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് റിസർവ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഓഡിറ്റർ വെരിഫൈ ചെയ്യുന്നത്.